അങ്ങനെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ബ്രേക്കായി. ആ ബ്രേക്കിൽ എല്ലാ ദിവസവും ഒരേപോലെ രാവിലെ എഴുന്നേൽക്കുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഹൗസ് ഓണറായ ചേച്ചി പറഞ്ഞു നമുക്കൊരു പിക്നിക്കിന് പോകാമെന്ന്. ഇവിടുത്തെ പിള്ളേരെല്ലാം എക്സൈറ്റഡ് ആയിരുന്നു. ആ കൂടെ ചേച്ചി ഞങ്ങളെയും കൂട്ടി. അപ്പോൾ പോകാനായിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കിയാണ് ഞങ്ങളുടെ യാത്ര. മാത്തപ്പന് വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. മീൻ പിടിക്കണമെന്ന് പറഞ്ഞ് അവനും ഒരു ചൂണ്ടയൊക്കെ ആയിട്ട് ചാടി. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. പോകുന്ന സ്ഥലം പുതിയതാണ്. ഒരു ഒറ്റപ്പെട്ട ഐലൻഡിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ പോകുന്നത് ഈ തുറന്ന ഫിഷിംഗ് ബോട്ടിലാണ്. അപ്പോൾ ഈ ബേബ ഞങ്ങളെ അവിടെ കൊണ്ടുപോയാക്കും. അപ്പം ഞങ്ങൾ ഈ ബോട്ടിൽ എല്ലാ സാധനങ്ങളും അവിടെ ചെന്ന് കഴിക്കാനുള്ള ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ തയ്യാറായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഐലൻഡ് വിട്ട് കുറച്ചിങ്ങ് നീങ്ങി കേട്ടോ. അങ്ങനെ കടലിനെ നടക്കുവാടെ ഞങ്ങൾ ഇനി കടന്നു വരുമ്പോൾ കാണാൻ വളരെ രസമായിരുന്നു. കുറേ മീനൊക്കെ ചാടുന്നതും ഓടുന്നതും ഒക്കെ കാണാം. അങ്ങനെ തുറന്ന ബോട്ടിലുള്ള യാത്രയായിരുന്നുകൊണ്ട് എല്ലാവരും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തു. ഇച്ചിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും ഹാപ്പി ആയിരുന്നു. കടൽ നല്ല ശാന്തം ആയിരുന്നതിനാൽ തിരയുടെ ശല്യമോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബോട്ടിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഇടയിൽ ബേബ ഫിഷിംഗ് ബോട്ടിൽ കയറിയാൽ പിന്നെ മീൻ പിടുത്തമാണല്ലോ. അപ്പോൾ ബേബയുടെ പരിപാടി തുടങ്ങി. അങ്ങനെ ബേബ മീൻ പിടിക്കുന്നുണ്ട്, മീൻ കൊളുത്തുണ്ടെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഇടയിൽ ബേബയുടെ കൊളുത്തിൽ ഒരു മീൻ കിട്ടി. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കരയിൽ വലിച്ചു കയറ്റണമെന്നായി അടുത്ത ലക്ഷ്യം. അങ്ങനെ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ പയ്യെ സ്പീഡൊക്കെ കുറച്ച് ആ മീനെ വലിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിനായി. അപ്പോൾ അതിനെ കാണണം. അപ്പോൾ എന്തോ വലിയൊരു മീനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ മീനിനെ വലിച്ച് കയറ്റുക എന്നതായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ എല്ലാവരും ആ മീനിലേക്കായി ശ്രദ്ധ. അങ്ങനെ ആ മീനെ എങ്ങനെയും വലിച്ചു കയറ്റണം. അപ്പോൾ ഇച്ചിരി ദൂരത്തോടെ ഞങ്ങൾ നീങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ മീനിനെ വലിച്ചു കയറ്റണം. അപ്പോൾ ബോട്ട് നിർത്തി ചൂണ്ടയിൽ നല്ല സ്പീഡിൽ ചുറ്റിച്ച് വലിച്ചു കയറ്റുന്നതിനിടയിൽ ഞങ്ങൾ ആ മീനെ ഒന്ന് കണ്ടു. അങ്ങനെ ആ മീനെ ബേബ നല്ല സ്പീഡിൽ വലിച്ചു ചുറ്റിച്ച് ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടായും ഫലാവും കൂടെ ഹെൽപ്പ് ചെയ്ത് ആ മീനെ ഞങ്ങൾ ബോട്ടിലേക്ക് എടുത്തു. അന്നേരമാണ് അതൊരു നീഡിൽ ഫിഷ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതിൻ്റെ നീഡിൽ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നീഡിൽ പോലെ ഇരിക്കുന്ന ഈ മീൻ നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള പരിപാടി അടുത്തത് നോക്കണം. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ചൂണ്ട പൊട്ടിച്ച് വീണ്ടും കടലിലേക്ക് ചാടിയാൽ അവന് രക്ഷപ്പെട്ടു പോകാമല്ലോ. അങ്ങനെ അവർ ആ മീനെ ബോട്ടിൽ നിന്ന് സേഫായിട്ട് ഇരുത്തി അതിൻ്റെ വായിൽ നിന്നും ചൂണ്ട അടർത്തി മാറ്റിയതിന് ശേഷം അതിൻ്റെ തലയൊന്ന് ബേബ ഒടിച്ചു വെച്ചു. കാരണം അതാകുമ്പോൾ നമ്മളെ അത് പിടച്ചു കഴിഞ്ഞാലും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ മീനെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബേബ വീണ്ടും മീൻ പിടിക്കാൻ തുടങ്ങി. ഞങ്ങൾ വീണ്ടും ഓരോ കാഴ്ചകളും ഓരോ ഫോട്ടോ എടുപ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കടന്നു പോയത്. മാലയിൽ ഇങ്ങനെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. കാണാൻ വളരെ ഭംഗിയുള്ള കടലിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ റിസോർട്ടുകളിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് നിന്നും പോകാറുണ്ട്. ഇവിടെ ചെക്ക് ഇൻ ആകുന്നത് ആളുകൾ മാല ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ടൂറിസ്റ്റ് വിസയിൽ വന്ന് ഇവിടെ എത്ര ദിവസമാണോ പാക്കേജ് അനുസരിച്ചാണ് അവർ വരുന്നത്. ചെക്ക് ഇന്നും ചെക്ക് ഔട്ടും ടിക്കറ്റും ഒക്കെ ആയിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത്. സീ പ്ലെയിനിൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് അവരുടെ ടൈം ഇവിടെ എൻജോയ് ചെയ്തതിന് ശേഷം അവർക്ക് തിരിച്ചു പോകാൻ സമയമാകുമ്പോൾ അവരിവിടെ നിന്നും കടന്നു പോകും. കാണാൻ വളരെ ഭംഗിയുള്ള ഈ കോറൽ പവിഴപ്പുറ്റുകളുടെ മുകളിലൂടെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങി. കാരണം ഞങ്ങൾക്ക് ചെല്ലേണ്ട ഐലൻഡിലേക്ക് ഇനിയൊരു 10-15 മിനിറ്റേ ഉള്ളൂ എന്ന് ബേബ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ദൂരെ ചെറുതായിട്ട് ആ ഒരു ഐലൻഡ് കാണാം. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നും മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെല്ലേണ്ട ഐലൻഡിൽ ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ലക്ഷ്യം മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിള്ളേരെല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി എല്ലാവരും. അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും ചാടി ഇറങ്ങി. കാരണം ഇനി ഫുഡും കാര്യങ്ങളും എല്ലാം ഇറക്കണം. ഞങ്ങൾ ബോട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച ശേഷം ഇനി ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഐലൻഡിൽ കൂടെ നീങ്ങിയപ്പോൾ ഞങ്ങളൊരു ഷെഡ് കണ്ടു. എല്ലാവർക്കും വന്നിരുന്ന് ഫുഡ് കഴിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് നല്ലൊരു ഷെഡും അവിടെ ഒരു ചെറിയൊരു ടോയ്ലറ്റും ഒക്കെയുണ്ട്. ഇവിടെ കൂടുതലും ആൾക്കാരിങ്ങനെ വന്ന് അവരുടെ ഐലൻഡുകളിൽ നിന്നും അവർ ഫ്രീ ആയിട്ട് കുടുംബസമേതം വന്ന് ഫുഡും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് ഫിഷിങ്ങും സ്വിമ്മിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സമയം സ്പെൻഡ്
ചെയ്ത് കടന്നു പോകാനാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട ഐലൻഡുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ മനുഷ്യവാസമില്ല, ആകെ ചുറ്റോട് ചുറ്റും കടലുമായിട്ട് കുറേ ചെടികളും തെങ്ങും കടലും കുറേ മീനുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സ്പോട്ടിലെത്തി ഞങ്ങൾ കൊണ്ടുപോയത് ബിരിയാണിയായിരുന്നു. അപ്പോൾ ബിരിയാണി ദം ചെയ്താണ് കൊണ്ടുപോയത്. നല്ല ചൂടോടെ ഇരുന്ന് ദം ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് അങ്ങനെ മീൻ പിടിക്കാൻ പോയ പിള്ളേരെ എല്ലാം തിരിച്ച് വിളിച്ച് ഫുഡ് കഴിക്കാനാണ് അടുത്ത തയ്യാറെടുപ്പ്. നന്നായി ഫുഡൊക്കെ ഇളക്കിയെടുത്ത് നല്ല ചൂടോടെ ഞങ്ങളെല്ലാവരും വിളമ്പി ഞങ്ങളെല്ലാവരും കഴിച്ചു. മറ്റൊരു സ്പോട്ടിൽ ചെന്ന് എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിക്കുമ്പോൾ വളരെ ഹാപ്പിയല്ലേ. അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തോടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി അടുത്ത ലക്ഷ്യം മീൻ പിടിക്കാൻ പോവുക എന്നാണ്. അപ്പോൾ ഞാനും മാത്തപ്പനും ഇവിടെ കുറച്ചേറെ ഇരുന്ന് കേട്ടോ. നല്ല വെയിലായിരുന്നത് കൊണ്ട് ഈ ഷെഡിൻ്റെ കീഴിൽ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ വെയിലൊക്കെ ഇച്ചിരി താന്നു കഴിഞ്ഞ ശേഷം ഞങ്ങളും ഈ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. നല്ല നീല നിറത്തിൽ വെള്ള മണലോട് കൂടി നിൽക്കുന്ന ഈ ഐലൻഡ് കാണാൻ വളരെ രസമാണ്. 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ ആയെന്ന് തോന്നും. അപ്പോഴത്തേക്കും നല്ല ശാന്തമായി നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലത്തോടെ കടന്ന് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറേ നേരം കടലിൻ്റെ തീരത്തോടെ കളിക്കുകയും കാര്യങ്ങളും ഒക്കെയായി. പിന്നെ അടുത്തത് കടലിൽ ചാടി. അങ്ങനെ കടലിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ മണൽ കയറി നിൽക്കുന്ന സാൻഡ് ബാങ്ക് പോലത്തെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ദിവസം മുഴുവൻ കടലിൽ ചാട്ടവും മീൻ പിടുത്തവും കുറേ മീനൊക്കെ കിട്ടി കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ വൈകിട്ട് 6:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി തിരിച്ചു പോയേക്കാം എന്നായി. അങ്ങനെ സൺസെറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരുന്നതിന് ശേഷം ഞങ്ങളുടെ യാത്ര മടങ്ങി ഞങ്ങളുടെ ഐലൻഡിലേക്ക് പോന്നു.